സുന്ദരി ഒന്നു പറയൂ പ്രാണസഖി പറയാൻ മറന്നതെല്ലാം സ്റ്റോറിയിലേക്ക് കടക്കുന്നതിന് അവിടെ നിന്ന് ഈ കാണുന്നതിൽ പകുതിയോളം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കുണ്ടല്ലോ, എന്റെ കെട്ടിയാനെ കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ഐബ്രോസ് ഞാനങ്ങ് പഠിപ്പിച്ചെടുക്കും. എന്റെ കെട്ടിയോള് പറഞ്ഞ അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തരും. ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ ഐബ്രോസ് ഞാൻ വടിച്ചെടുക്കും. മാഡം വെച്ച് ചെയ്തതല്ലേ, എന്നെ കൊല്ലല്ലേ. തെണ്ടി നിക്കടാ അവിടെ. ഞാൻ നിക്കത്തില്ല മോളെ, എനിക്കെന്റെ ജീവൻ വേണം. ഈ എന്റെ ബുക്ക് കൊണ്ടിട്ട് ഒരാഴ്ചയായി, ഇപ്പോഴാണോ നിനക്ക് നിന്റെ ജീവിതത്തെ കുറിച്ച് പേടി വന്നേ? ഒരു ബുക്കല്ലേ എടുത്തുള്ളൂ, ഞാൻ നിന്റെ അസൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. നീ എന്ത് ചെയ്തെന്ന്? ഞാൻ നിന്റെ അസൈൻമെന്റും ചെയ്തിട്ടുണ്ടെന്ന്. എന്നിട്ട് അതെന്തിയേ? അത് പിന്നെ എന്തേ നീ എടുത്തില്ലേ? നിന്നെ കണ്ടപ്പോ അവിടെ വഴി വെച്ചിട്ട് ഓടിയെന്ന് തോന്നുന്നു. ഇതാടാ, നീ പൊട്ടനാണോ? പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? ഓ, ഇതുപോലത്തെ ഒരു മരവാഴ. എന്റെ ബുക്കും തന്നില്ല, എന്റെ അസൈൻമെന്റും തന്നില്ല. ഇന്ന് നിന്റെ അമ്മ എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കണം മോനെ നിക്കി. അയ്യോ, അവൾക്ക് ഭ്രാന്തായ, എന്നെ കൊല്ലാൻ വരുന്ന ആരെയും എന്നെ ഒന്ന് രക്ഷിക്കണേ. May I come in, sir? No, you both get out. ഓ ശരി, ഇന്നും പുറത്ത് തന്നെ. ഓ, ഇവന് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും നമ്മളെ തന്നെ പുറത്തു നിർത്തും. സാരമില്ല, ഏതായാലും ഞാൻ എന്റെ ഭാവിച്ച് ഒന്ന് കണ്ടിട്ട് വരാം. ഇവനെ ഞാൻ ഇന്ന് സത്യം പറഞ്ഞ എനിക്ക് ഈ മെഡിക്കൽ ഫീൽഡിൽ ചേരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ചേർന്നെന്ന്. അതൊക്കെ ഒരു വലിയ ബാക്ക് സ്റ്റോറിയാണ്. ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാട്ടോ, ഇപ്പൊ ലേറ്റ് ആയി. ഹലോ ഇവ മോളെ, ഇന്ന് വേഗം വരണേ. എന്തിനാ അമ്മ? ജെറിമോൻ ഇന്ന് വരുന്നുണ്ടത്രേ, അവൻ ഇപ്പഴാ വിളിച്ചു പറയണേ. ആ അമ്മ, ഞാൻ നേരത്തെ എത്തിക്കോളാം. നല്ല മണം. എന്റെ ജീനാമീർ എന്തൊക്കെയാ ഉണ്ടാക്കിയേക്കണേ? ഒട്ടുപോയേക്കല്ലേ, ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വന്നേ. ഓ ശരി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എല്ലാരും വീട്ടിലെത്തിയിട്ട് പരിചയപ്പെടുത്താന്ന്. ഇതാണ് ഞങ്ങളുടെ വലിയൊരു ഫാമിലി. മാത്യുവിനും മിനിക്കും 3 പെമ്മക്കളാ. ആദ്യത്തേത് ടേയ, രണ്ടാമത്തേത് ലിസ, മൂന്നാമത്തേത് ഇവ. ഇതാണ് ടേയ ചേച്ചിയും ജോലേട്ടനും പിന്നെ അവരുടെ കുഞ്ഞിക്കുട്ടി ഇസ. പിന്നെ ഇതാണ് ലിസ ചേച്ചിയും ഫെലിക്സ് ഏട്ടനും. ഇവ ഞാനാണേ, ഞാൻ മാരീഡ് അല്ല കേട്ടോ. ഞങ്ങൾക്ക് 3 പേർക്കും നല്ല ഏജ് ഗ്യാപ്പ് ഉണ്ട്. ടേയ ചേച്ചി കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഉണ്ടായത്. 5ാം ക്ലാസ് എത്തിയപ്പോഴത്തേക്കും എന്നെ ഇവിടെ ബാംഗ്ലൂരിലേക്ക് തട്ടിയിട്ട് അപ്പനും അമ്മയും കറങ്ങി നടക്കുക. എന്നിട്ട് പറഞ്ഞു, മക്കളെ ബാംഗ്ലൂര് പോയി പഠിച്ച നല്ല എഡ്യൂക്കേഷനാ, കേരളത്തിൽ വേറെ സ്കൂളൊന്നും ഇല്ലാഞ്ഞിട്ടാ. അതൊക്കെ അവരുടെ വെറും ഒരു അടവ്. അതല്ല എനിക്ക് പേടി, ചേച്ചി കോളേജിൽ പഠിക്കുമ്പോഴല്ലേ ഞാൻ ഉണ്ടായി. അതുപോലെ ഇനി ഒരെണ്ണം കൂടെ ആവാണ്ടിരുന്നാ മതിയായിരുന്നു. പിന്നെ ബാംഗ്ലൂരിൽ പഠിപ്പിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ ചാടി കയറി സമ്മതിച്ചതിന്റെ കാരണമാണ് ഇന്ന് വരാൻ പോണത്. ഇതാണ് ജീനാമ്മയും പിന്നെ ജൂണപ്പായും. ഞാൻ കുഞ്ഞിലെ 5th സ്റ്റാൻഡേർഡ് തൊട്ട് ഇവരുടെ കൂടെ തന്നെയാ. ഇവർ രണ്ടും സ്വന്തം മോളെ പോലെയാ കാണുന്നത്, ഞാനും തിരിച്ചങ്ങനെയാ കാണുന്നത്. പിന്നെ ഇതാണ് ഇവരുടെ ഏക മോൻ ജോഷുവ, ജെറീനാ വിളിക്കുക. എന്നാ ഞാൻ വേഗം കുളിച്ചിട്ട് താഴോട്ട് പോട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ ഇപ്പൊ ജീനാമ്മ പിങ്ക് സ്ലിപ്പറുമായിട്ട് എത്തും. അമ്മ, എന്റെ എന്തേലും ഹെൽപ്പ് വേണോ? ആഹാ, ഫ്രഷ് ആയോ? എന്നാ ഈ ചായ ഒന്ന് നോക്കട്ടോ, ഞാൻ അരി വേണ്ടോന്ന് നോക്കട്ടെ. മമ്മി, കാറ്റുപോലെ വന്നു ഞാൻ വീശിടുന്നു മൗനമായി, എന്റെ ഉള്ളറിഞ്ഞു പോന്നീ. എന്നെ കാത്തിരിക്കുവാ, എന്നും ഓമനിക്കുവാ, എന്നും എന്റേതാകുവാൻ ലൈഫ് സ്റ്റൈൽ മാറ്റുവാ, എന്റെ സ്വപ്നമാകുവാ. ഒന്ന് കുഞ്ചി ജെറി, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ മോനെ, ഈ കപ്പലിലെ കുന്ത്രാണ്ടോ ഒക്കെ പഠിക്കാൻ പോകണ്ടെന്ന്. ഇപ്പൊ കണ്ടില്ലേ, അയലമീനെ പോലെ ഇരുന്ന കൊച്ച ഇപ്പൊ ഉണക്കമത്തി പോലെ ആയിപ്പോയി. എന്റെ പൊന്നു ജീനെ, അവനെ ആദ്യം ഉള്ളി കയറാൻ വിടും, എന്നിട്ട് ഉപദേശിക്കുക.
അമ്മ ഞാൻ ഭയങ്കര ടയർഡാ, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വരാം കേട്ടോ. എന്നാ വേഗം പോയി കുളിച്ചിട്ടോ, അപ്പോഴത്തേക്ക് ഞാൻ ഭക്ഷണമൊക്കെ വിളമ്പി വെക്കാം. അപ്പായി ഒരു കട്ടൻ എടുക്കട്ടെ? ആ എന്റെ മോളുണ്ടാക്കിയതാണെങ്കി എടുത്തു. എന്താ അപ്പായി ജീനമമ്മി ഉണ്ടാക്കുന്നത് വേണ്ടേ? ഒന്ന് മെല്ലെ പറ എന്റെ കൊച്ചിയെ, കുടുംബത്തെല്ലാം ഉണ്ടാക്കിക്കില്ലേ? അല്ല ജെറി വന്നായിരുന്നില്ല, അവൻ എന്തിയേ? ആഹാ ജെറി നീ കുറച്ച് പൊക്കൊക്കെ വെച്ചല്ലേടാ. ഇത്ര നാൾക്ക് ശേഷം കാണുന്ന എന്നോട് നിനക്കൊന്നും ചോദിക്കാനില്ല? ഞാൻ എന്ത് ചോദിക്കാനാ? എന്ത് ചോദിക്കാനെന്നോ? ഇവ നിനക്ക് സുഖാണോ എന്നെങ്കിലും ഒന്ന് ചോദിക്കത്തില്ലേ? ആ നിനക്ക് സുഖമാണോ? ആ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണോ ചോദിക്കണേ? നിങ്ങൾ രണ്ടും ഇവിടെ നിക്കുവായിരുന്നോ? വാ വല്ലോം കഴിച്ചേ. ജീന അമ്മ ഇതൊന്ന് നോക്കിക്ക്, ജെറി വന്നിട്ട് എന്നോട് ഒന്ന് പ്രോപ്പർലി സംസാരിച്ചിട്ട് പോലും ഇല്ല. ആ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. നീ എപ്പോ സംസാരിച്ച്? നീ സംസാരിക്കുന്നില്ലേ, അത് മതി. ആ ഇപ്പൊ ആദ്യം രണ്ടെണ്ണവും ഭക്ഷണം കഴിക്ക്. എന്നാ ജെറി കുറച്ചുകൂടെ കഴിച്ചേ. അമ്മ എനിക്ക് മതിനേ. മതിന്നോ? നീ അങ്ങ് മെലിഞ്ഞു പോയി, ഇതൊന്ന് കഴിച്ചേ. ഇവ മെലിഞ്ഞെന്നു, പണ്ടത്തെക്കാളും കുറച്ച് മസിലൊക്കെ ഉരുണ്ടു. ഏതായാലും എന്റെ ജങ്കുക്കിന്റെ അത്രയൊന്നും ഇല്ല. ജെറി ഹൈദരാബാദിൽ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. കോളേജൊക്കെയോ? നല്ലായിരുന്നു. ഫ്രണ്ട്സോ? ഉണ്ട്. നിനക്ക് 3 വാക്കിൽ കൂടുതൽ സംസാരിക്കാറുണ്ടേ? അവൻ പണ്ട് തൊട്ട് അങ്ങനെയല്ലേ മോളെ? അല്ല അപ്പായി, ചെറുപ്പത്തിൽ കുറച്ചേലും ഞാൻ സംസാരിക്കുമായിരുന്നു. നീ ചെറുപ്പത്തിൽ ഇത്ര സംസാരിക്കത്തൊന്നും ഇല്ലായിരുന്നു. ആര് പറഞ്ഞു? അത് പച്ച കള്ളോ. ഞാൻ കുഞ്ഞിലോട്ട് ഇത്ര സംസാരിക്കും. ആ അത് നിനക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാൻ അന്നും ഇന്നും ഒന്ന് തന്നെയാ. പിന്നെ നിനക്കൊന്നും ഓർമ്മയില്ല. നീ പറഞ്ഞു നീ കുഞ്ഞിലെ എന്നെ കെട്ടത്തോളെന്നും പറഞ്ഞ് എന്റെ പുറകെ നടന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതൊക്കെ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴല്ലേ. എക്സ്ക്യൂസ് മീ സാറേ, ബിസിയാണോ? അല്ല, എന്ത്? നീ എന്നെ 3 വർഷം മിസ് ചെയ്തില്ല? ഇല്ല. ഇല്ലാന്നോ? നീ എന്തൊരു ദുഷ്ടനാടാ. നീ പണ്ടത്തെ ജെറിയേ അല്ല. നിനക്ക് എന്നെ ഒരു തവണ പോലും കാണാൻ തോന്നിയില്ല? വീഡിയോ കോളിൽ കാണുന്നുണ്ടായിരുന്നില്ല, പിന്നെ നമ്മുടെ വീടിന്റെ മുന്നിലത്തെ ക്യാമറയിൽ കൂടെ നീ ഒപ്പിക്കുന്ന തരികിടൊക്കെ കാണായിരുന്നു. കഴിഞ്ഞ ആഴ്ച നീ ആ സ്കൂട്ടി കണ്ട പാവം മീൻകാരന്റെ വണ്ടി കൊണ്ടിടിച്ചില്ലേ? അതെനിക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാൻ പറ്റാഞ്ഞിട്ടാ. അല്ലേലും അയാളോട് ആരാ അവിടെ വണ്ടി കൊണ്ടിടാൻ പറഞ്ഞു? ഓ ഫൈനലി നീ ഒന്ന് ചിരിച്ചല്ലോ. ഇല്ലടാ, നിനക്ക് അവിടെ ഒരു പെണ്ണൊന്ന് സെറ്റ് ആയില്ലേ? ഇല്ല, ഞാൻ ഒരാൾക്ക് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, അത് ബ്രേക്ക് ചെയ്യാൻ പാടില്ലല്ലോ. അല്ല, ഇനി നിനക്കാരുടെ സെറ്റായോ? ഇല്ലടാ, ആരോടും ആ സ്പാർക്ക് അടിച്ചില്ലേ. പക്ഷെ മോനെ ഒരാളുണ്ടടാ. ഉഫ്, എന്നെ ലുക്കാന്നറിയോ കാണാൻ. എനിക്ക് ആളോട് ചെറിയൊരു ക്രഷ് അടിച്ചിട്ടുണ്ട്. എന്നാ ശരി, എനിക്ക് ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. പോലെ എനിക്ക് പോയോ? ആ ഞാൻ മുമ്പേ നിങ്ങളോട് എങ്ങനെയാ മെഡിക്കൽ ഫീൽഡ് എടുത്തതെന്ന് പറഞ്ഞില്ലല്ലേ? എന്നാ ഫ്ലാഷ് ബാക്ക് കണ്ടിട്ട് വാ. ജെറി, നീ പറഞ്ഞുകൊണ്ട് മാത്രമായി ഈ നീറ്റ് വൈദ്യ. എനിക്കും വലിയ പ്രതീക്ഷ ഇല്ല. പക്ഷെ എനിക്ക് നിന്നിൽ പ്രതീക്ഷ ഉണ്ട്. എന്നാലേ നീ എന്നെ വഴക്ക് പറയത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ? അതെ, ഞങ്ങൾ രണ്ടുപേരുടെ IMCTന്റെ ഫോം ഫില്ല് ചെയ്തായിരുന്നു. അതെ, നെക്സ്റ്റ് വീക്ക് അതിന്റെ എക്സാം ആണ്. നീ എന്റെ കൂടെ വരണം. എനിക്കതൊന്നും അറിഞ്ഞൂടാ. നീ എന്തിനാ ഫോം ഫില്ല് ചെയ്ത്? പ്ലീസ്, നീ ഒന്നും എഴുതണ്ട, നീ എന്റെ കൂടെ വന്നാ മതി. ശരിയെന്നാ. എനിക്ക് ഉറപ്പാ എനിക്ക് സീറ്റ് കിട്ടും. വാ റിസൾട്ട് നോക്കാം. എനിക്കൊന്നും കാണണ്ട, എനിക്ക് കിട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. ഞാൻ പാസ്സായി. ശരിക്കും? ഫൈനലി മൈ ഡ്രീം കെയിം ട്രൂ. നിന്റെ നോക്കട്ടെ. എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. ചെറിയ IMCTന്റെ റിസൾട്ടാ. ഐ ആം സോ എക്സൈറ്റഡ്.
ഡാ ജെറി, ഞാൻ സ്വപ്നം കാണുമൊന്നുമല്ലല്ലോ. ഞാൻ IMCT ക്വാളിഫൈ ആയി. പറ്റൂല മോളെ, അതൊക്കെ ഡേഞ്ചറസ് പണിയാ. ഒന്നാമത് നീ ഭയങ്കര വീക്കാ. അമ്മ പ്ലീസ് അമ്മ, ഇറ്റ്സ് മൈ ഡ്രീം. പറ്റൂല മോളെ, നീ മെഡിക്കൽ ഫീൽഡിൽ തന്നെ പോയാൽ മതി. ഏതായാലും നീറ്റൊക്കെ എഴുതിയതല്ലേ. എനിക്ക് ഈ കോഴ്സ് മതി അമ്മ, പ്ലീസ്. പറഞ്ഞാലും നീ മെഡിക്കൽ ഫീൽഡ് എടുത്താൽ മതി. നീ ഫോൺ വെച്ചിട്ട് പൊയ്ക്കേ. സാരില്ല മോളെ, ഇപ്പൊ അമ്മ പറയണ കേക്ക്. അതൊക്കെ ഭയങ്കര റിസ്ക്കാ. നീ ഒരു ഗേൾ ആയതുകൊണ്ട് പറയല്ല. പിന്നെ നീ ഭയങ്കര സെൻസിറ്റീവ് അല്ലേ. പീരിയഡ്സ് ഒക്കെ ആവുമ്പോ ഭയങ്കര കഷ്ടാവും. അമ്മ ഇവൻ എന്തേ? അപ്പൊ ഭയങ്കര മൂഡ് ഓഫില്ല. നീ ഒന്ന് പോയി സംസാരിക്കേ. നീ കരയുവാണോ? ഞാൻ എന്ത് ചെയ്യാൻ, എന്റെ ഡ്രീംസിനൊന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. സാരല്ല വീട്, നീ കരയരുത്. എനിക്കും കരച്ചിൽ വരും. സാരയില്ല, എനിക്കോ മർച്ചൻ ദേവി പോകാൻ പറ്റിയില്ല. കട്ടുവാണ് ഒരു ക്യാപ്റ്റനെ ഞാൻ കട്ടത്തുള്ളൂ. പപ്പാ സോറി, എനിക്ക് ഈ കോഴ്സ് പഠിക്കാൻ ഇഷ്ടമില്ല. അതെന്താടാ, ഇത് നിന്റെ ഡ്രീം കോഴ്സ് അല്ലായിരുന്നു? പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട കോളേജും കിട്ടിയായിരുന്നല്ലോ, പിന്നെന്നാ? പപ്പ എനിക്ക് IMCT ചെന്നൈ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് പഠിക്കാനാണ് ഇഷ്ടം. ഓക്കെ, ആസ് യുവർ വിഷ്. ജെറി, ജീനാൻറ്റി പറഞ്ഞ കേട്ടൊന്ന് ചെന്നൈക്ക് പഠിക്കാൻ പോവാന്ന്. പക്ഷെ നിനക്ക് ഇതിനോട് താല്പര്യമില്ലായിരുന്നല്ലോ. ബട്ട് സംടൈംസ് when I think too much, എനിക്ക് മർച്ചന്റ് നേവിയാ ബെറ്റർ എന്ന് തോന്നിയേ. ഓ, അല്ലാണ്ട് എനിക്ക് വേണ്ടി അല്ലല്ലേ? നിനക്ക് വേണ്ടോ? എനിക്ക് ഈ കോഴ്സ് ഇഷ്ടമായതുകൊണ്ടാ. ചെറിയ നീ എഴുന്നേറ്റോ? ഇവ മോളെ ഒന്ന് പോയി വിളിച്ച്. അവൾക്ക് ലേറ്റ് ആവുന്നുണ്ട്. ഈ കൊച്ചി ഇനിയും കിടന്ന് ഉറങ്ങുവാ. നീ എന്താ ഇവിടെ? സമയം എത്രയാണെന്ന് നോക്കിക്കേ. ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ വന്നതാ. അയ്യോ, 8:45. എഴുന്നേൽപ്പിക്കാൻ വന്നിട്ട് അവിടെ വായി നോക്കിയിരിക്കണോ? അങ്ങോട്ട് മാറി നിക്കടാ. ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും കഴിച്ചിട്ട് പോവോ? വേണ്ടമ്മ, ലേറ്റായി, ഞാൻ പോവാ. ഈ സ്കൂട്ടിക്ക് ഇപ്പൊ തന്നെ പണി തരണായിരുന്നു. ആ കാറുണ്ടാ, വരുവാ. എന്നെ ഒന്ന് കോളേജിൽ കൊണ്ടുവിടറാ. നിന്റെ സ്കൂട്ടിക്ക് എന്ത് പറ്റി? വണ്ടി പഞ്ചറായിട്ടുണ്ട്. എനിക്കിപ്പോ അത് വിശദീകരിക്കാൻ സമയമില്ല. ലേറ്റായി, നീ വാ. എന്റെ ഒക്കെ ബൈക്കിൽ താങ്കൾ ഇരിക്കുവോ? താങ്കളുടെ ഒരു ക്രഷ് ഇല്ലേ, അവനോട് പോയി പറ. നിങ്ങൾ നോക്കി പേടിപ്പിക്കണ്ട, കണ്ണു പുറത്ത് ചാടും. ഞാൻ വരാം. ലേറ്റായി. ക്ലാസ് തുടങ്ങാണ്ടിരുന്നാ മതിയായിരുന്നു. മേ കം ഇൻ സർ? യെസ്, ഗെറ്റ് ഇൻ. ഓ, ഇയാളുടെ ക്ലാസ് ആയിരുന്നു. എന്നാൽ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് വന്നാൽ മതിയായിരുന്നു. എന്നാ മിസ് ഇവ ഇന്ന് ലേറ്റ് ആയത്? നീ എന്നെക്കാളും മുമ്പേ എത്തിയോ? തമ്പ്രാൻ ഇന്ന് നേരത്തെ എത്തിയതിന്റെ കാരണം അറിഞ്ഞ കൊള്ളായിരുന്നു. അതെ, നമ്മുടെ ക്ലാസ്സിലെ CA ഇല്ലേ, ആ കൊച്ചിന് എന്നോട് ചെറിയൊരു ക്രഷ് ഉണ്ടത്രേ. ഞാനോട് പറയല്ലേ കേട്ടോ. പിന്നെ നിന്റെ ക്രഷിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കണല്ലേ എനിക്ക് പണി. ആ കൊച്ചായിരിക്കും മിക്കവാറും എന്റെ ട്രൂ ലവ്. അങ്ങനെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ജെറി എന്തിനാ ഇപ്പൊ വിളിക്കണേ? ഹലോ, നീ ഗേറ്റിന്റെ അങ്ങോട്ടൊന്ന് വന്നേ. നീ എന്താ ഇവിടെ? എന്നാ അത് പിടിക്കാൻ. നീ എന്തിനാ ഇതൊക്കെ കൊണ്ടുവരാൻ പോയേ? നീ രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നല്ലോ. താങ്ക് യു. ഈറ്റ് വെൽ. വൈകുന്നേരം കൂട്ടാൻ വരാം. ബൈ. എടി, നീ ജെറി വന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ മറന്നുപോയതാ. വാ, ഇപ്പൊ നമുക്ക് കഴിക്കാം.
മക്കളെ, ഞാനും ജോണിച്ചാനും നാട്ടിലേക്ക് പോയിട്ട് കുറെ ആയില്ലേ. ഇവ മോളെ തനിയെ വിട്ടിട്ട് പോകാൻ പറ്റാത്തോണ്ടാ പോകാണ്ടിരുന്നത്. ഇപ്പം ജെറി ഇല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോയാലോ എന്നൊന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. അതിനെന്താ, മമ്മിയും പപ്പയും പോയിക്കോ, ഇവിടെ ജെറി ഇല്ലേ. എന്നാ എല്ലാം പാക്ക് ചെയ്തോ ജീനെ. നാളെ രാവിലെ നമുക്ക് പുറപ്പെടാം. രാവിലെ പുറപ്പെട്ടാലേ വൈകുന്നേരം ആവുന്നതിന് മുമ്പ് എത്താൻ പറ്റുള്ളൂ. ആ പിന്നെ ചെറിയ എന്റെ കൊച്ചിനെ കൊണ്ട് പണിയൊന്നും എടുപ്പിച്ചേക്കില്ലേ. അടുക്കള കയറ്റുവേ വേണ്ട. ഓക്കെ ശരി ഓപ്പ. ആര് രാവിലെ തന്നെ കുക്കിംഗ് തുടങ്ങിയോ? നല്ല മണം വരുന്നുണ്ട്. എന്താ ഇന്ന് ഉണ്ടാക്കണേ? അപ്പവും മുട്ടക്കറി. നീ ഇതുവരെ റെഡി ആയില്ലേ? നിനക്ക് കോളേജിൽ പോണ്ടേ? ഇല്ല സാറേ, ഇന്ന് മഴയായതും കൊണ്ട് അവധിയാ. എന്നാ ഞാൻ പെട്ടെന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാം കേട്ടോ. എനിക്ക് നല്ലപോലെ വിശക്കുന്നു. ഈ സാരി കൊള്ളാം, പക്ഷെ ഈ മാർക്കാണ്, ഇത് വേണ്ട. ഇത് കൊള്ളാം. ജെറി, ഈ സാരിയിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? കൊള്ളാം. അതൊന്ന് താഴെ നോക്കി പറയണേ. കൊള്ളില്ല, എനിക്കറിയായിരുന്നു. ഞാൻ പോയി മാറട്ടെ. Eva, you're looking pretty. അത്രേ ഉള്ളൂ. Pretty, beautiful, stunning. എന്നാ നെക്സ്റ്റ് വീക്ക് എനിക്ക് കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിന് ഞാൻ ഒരു ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അത് കളിച്ച് കാണിക്കാം. നല്ലതാണെന്ന് പറയണേ. Sure. ഇവിടെ ദൈവമേ കൺട്രോള് തരണേ. പൊന്നടാവേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ തന്നെയല്ലേ അവളോട് ആ ഡാൻസ് കളിച്ചോളാൻ പറഞ്ഞു. ഇപ്പൊ അനുഭവിച്ചോ? ഇവളിന്ന് എന്നെ കൊല്ലും. മഴ പെയ്യണു, തുണി ടെറസിലുണ്ട്. അതിനെന്തിനാ ഇങ്ങനെ ഓടണം? എല്ലാം പൊയ്ക്കാ വീഴും. ഈ മഴയ്ക്ക് വരാൻ കണ്ട സമയം എല്ലാ തുണിയും നനഞ്ഞു. ജസ്റ്റ് ഇവിടെ മഴയത്ത് തുണി നനയുമ്പോ നീ അവിടെ വായി നോക്കി നിൽക്കുവാണോ? Did you miss me? പുറകോട്ട് നിൽക്ക്. ഇല്ലെങ്കിൽ ജെറി, വേണ്ട പ്ലീസ്. അതെന്തോ ഒരു മാർക്ക് കണ്ടില്ലായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ ഒന്ന് വീണതാ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അത് ഞാൻ നിന്നോട് പറയാൻ മറന്ന. അവൾക്ക് എന്താ പറ്റിയേ? ഞാൻ അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യണ്ടായിരുന്നു. പക്ഷെ അവൾ ഒരിക്കലും ഞാൻ ടച്ച് ചെയ്ത് അത്രയ്ക്ക് പേടിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി? അവൾ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ഇവ എഴുന്നേറ്റ് 10 മണി എന്തെങ്കിലും കഴിക്കുക. ഇവ എന്ത് പറ്റി? ആരും ഓക്കെ? സ്വപ്നം കണ്ടത്. ഇവ ഐ എം റിയലി സോറി. ഞാൻ കാരണം നീ ഇത്രയ്ക്ക് പേടിക്കണ്ട വന്നു. ഐ എം റിയലി സോറി. നിന്റെ തെറ്റൊന്നും അല്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടതാ. എന്നാലും എഴുന്നേറ്റ്. ഇന്ന് ഞായറാഴ്ച ആയിരുന്നുള്ള കാര്യം നീ മറന്നുപോയോ? പള്ളിയിലൊന്നും പോകണ്ടേ? എഴുന്നേക്ക്. 5 മിനിറ്റും കൂടെ കിടന്നോട്ടെ പ്ലീസ്. പറ്റില്ല മോനെ, എഴുന്നേറ്റ്. നിന്റെ ഷർട്ടൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, പോയി കുളിക്ക്. ഗുഡ് മോർണിംഗ്.
അതൊക്കെ പിന്നെ പറ, ഇപ്പൊ റെഡി ആവടാ, കുർബാന തുടങ്ങും. മോളെ, മോളാണോ ഈവ? അതെ ആന്റി, ഞാനാ ഇവ. എന്തായിരുന്നു? എന്റെ മോളെ കുറിച്ച് പറഞ്ഞപ്പോ ഇത്ര സുന്ദരിയാന്ന് വിചാരിച്ചില്ല. മോളിപ്പോ MBBS 3rd ഇയർ പഠിക്കുവല്ലേ? ആ അതെ ആന്റി, ഇപ്പൊ 3rd ഇയറാ. മോളെ കണ്ടപ്പോഴേ ഞങ്ങൾക്കങ്ങ് ബോധിച്ചു. മോൾ ഇവിടെ നമ്മുടെ ജോണിന്റെയും ജീനന്റെയും വീട്ടിലല്ലേ താമസം? പപ്പയുടെയും മമ്മിയുടെയും നമ്പർ തന്ന പെണ്ണ് കാണലിന്റെ കാര്യം സംസാരിക്കായിരുന്നു. പെണ്ണു കാണലോ? സോറി ആന്റി, ഇവളുടെ കെട്ട് ഞാനുമായിട്ട് അങ്ങ് ഉറപ്പിച്ചേക്കുവാ. ആന്റി വിഷമിക്കണ്ട, ആന്റീന്റെ മോന് വേറെ പെണ്ണിനെ കിട്ടിക്കോളൂ. പക്ഷെ ഈ മുതൽ എന്റെയാ, എനിക്ക് വേറൊരുത്തിനും കൊടുക്കാൻ താല്പര്യമില്ല. റിമോൻ എപ്പോഴാ വന്നേ? നിങ്ങൾ രണ്ടും കെട്ടുറപ്പിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. പക്ഷെ നീ അവളെക്കാട്ടിലും ഇളയതല്ലേ? ഇളയതാണെങ്കിൽ എന്നെ കെട്ടാൻ പാടില്ലെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? എനിക്ക് അവളെ ഇഷ്ടാ, അവൾക്ക് എന്നെ ഇഷ്ടാ, അതുപോലെ. എന്നാ ശരി മോനെ, ആന്റി അവിടെ ആരോ വിളിക്കുന്നുണ്ട്, ഞാൻ പോട്ടെ കേട്ടോ. ഭാഗ്യം, രക്ഷപ്പെട്ടു. എന്നാലും നിന്റെ ആക്ടിങ് നല്ലായിരുന്നു. അതിന് ആര് പറഞ്ഞത് ആക്ടിങ് ആയിരുന്നെന്ന്? ഇവന്റെ കഴുത്തിൽ ഒരു മിന്നു വീഴുവാണേ അത് ഈ ജോഷുവ ജോണിന്റെ ആയിരിക്കും. ഇനി ഞാൻ സമ്മതിച്ചല്ലേ. ചെറി, ജൂമ്പപ്പന്റെ കുപ്പി ഇരിപ്പുണ്ടെന്ന് വീശിയാലോ? നീ എപ്പോഴും ഈ ശീലമൊക്കെ തുടങ്ങിയേ? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ നീ പോയി കഴിഞ്ഞ് ഇവിടെ ഭയങ്കര ബോറായിരുന്നു. അപ്പം ജൂൺ പപ്പ ഇരുന്ന് വീശുമ്പോ ഞാനും കുറച്ച്. ഇനി എന്തൊക്കെ പുതിയ ശീലങ്ങളുണ്ട് തമ്പ്രാട്ടിക്ക്? വേറൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. എന്തേ, നിനക്ക് വേണ്ടേ? ഇവിടെ ഒരു കമ്പനി താടേ. നീ കുടിച്ചില്ലേലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഈ മിച്ചറും അച്ചാറും ഒക്കെ ഒന്ന് തിന്നാ മതി. നിനക്കറിയോടാ അവൻ എന്നാ ലുക്കാന്ന്? എടാ അവന്റെ ആപ്സ്, എന്റെ മോനെ, അവന്റെ ആ ബോബ പോലത്തെ കണ്ണ്, അവന്റെ കയ്യിലെ ടാറ്റസ്, അവന്റെ തൈക്സ്, എന്റെ മോനെ. മതി മതി, നിർത്ത്. നീ ആരെ കുറിച്ചാ പറയണേ? എന്റെ ക്രഷ്. ഓക്കെ, ഗുഡ് നൈറ്റ്, സീ ടുമോറോ. നിക്ക് പോസ്റ്റ് ആവല്ലേ, ആരാന്നെന്തെങ്കിലും പറഞ്ഞിട്ട് കിടക്കണ്ടേ? വാ ദൈവമേ, എന്നെ ഇങ്ങനെ കൊല്ലല്ലേ. ഇതെങ്ങനെ ഇരിക്കണം? ഞാനൊന്നും നിന്നെ ചെയ്തില്ലല്ലോ കുഞ്ഞാടേ. എനിക്കിവിടെ നല്ല തിരക്കുണ്ട്. ഇനി നീ വിളിച്ച ദൈവം എന്നുള്ള എന്റെ പോസ്റ്റ് മാറ്റിയിട്ട് ഞാൻ നിന്നെ ചെരുപ്പെടുത്തെറിയും. എന്റെ ആപ്സിനെക്കാളും നല്ലതാണോ അവന്റെ ക്രഷിന്റെ ആപ്സ്? കുറച്ച് വർക്കൗട്ട് കൂട്ടണം. നീ എഴുന്നേറ്റോ? നിനക്കങ്ങനെ ഷർട്ടൊന്നും ഇല്ലേ? ഭയങ്കര ചൂടല്ലേ, അങ്ങോട്ട് ഞാൻ ഊരിക്കളഞ്ഞു. നാണം ഇല്ലടാ നിനക്ക്? അല്ലേലൊരു സ്ത്രീ ഉള്ളതല്ലേ ഈ വീട്ടില്? ഈ വീട്ടിൽ ഞാൻ അറിയാണ്ട് വേറൊരു സ്ത്രീയോ? പൊട്ട, ഞാൻ ഒരു സ്ത്രീയല്ലേ? നിനക്കെന്ത് പ്രശ്നം? ഞാൻ പണ്ട് ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെയല്ലേ നടന്നേ. ഇപ്പോഴത്തെ പോലാണോ ഇപ്പൊ? ഇപ്പൊ ഷർട്ട് ഇട്ടെ, ഞാൻ പോയി ഫ്രഷ് ആവട്ടെ, കോളേജിൽ പോയി ലേറ്റ് ആവും. നീ വാർത്ത കണ്ടില്ലേ, ഇന്ന് സ്കൂളിനും കോളേജിനും ഒക്കെ അവധി. നീ പോയി ഫ്രഷ് ആയിട്ടോ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. പിന്നെ നീ ആ സ്കാർ എങ്ങനെ പറ്റിയെന്നാ പറഞ്ഞേ? എത്ര തവണ പറയണ ഞാൻ അത് വീണപ്പോ പറ്റിയതാന്ന്? എങ്ങനെ വീണു? ഞാൻ എന്തൊക്കെയാ ഇനി പറയണ്ടേ? എനിക്ക് മതി. ഇനി ആ സ്കാറിനെ കുറിച്ച് നീ സംസാരിച്ചാൽ ഇനി എന്നോട് മിണ്ടാൻ വരണ്ട. പോവല്ലേ, കഴിച്ചിട്ട് പോ. എനിക്ക് മതി, വയറ് നിറഞ്ഞു. നിങ്ങൾ എന്താ എന്റെ അടുത്തൊന്ന് മറച്ചു വെക്കുന്നുണ്ട്? എന്താണേലും അവളെന്തിനാ എന്റെ അടുത്ത് മറച്ചു വെക്കണേ? സാരില്ല, അതെന്താ അത് കണ്ടുപിടിച്ചേ പറ്റൂ. എന്താ? എന്റെ മുത്തിന് പിണക്കമാണോ? എനിക്ക് ആരോടും പിണക്കൊന്നും. എന്റെ ചക്കരയല്ലേ? ക്രിഞ്ച് അടുപ്പിക്കാണ്ടെന്ന് പോയി തരുമോ? എന്റെ തേനല്ലേ? ഒന്ന് ഈ റൂമിൽ നിന്ന് പോയി തരുമോ?
പെണ്ണെ എന്നോട് ഇപ്പൊ മിണ്ടിയില്ല, ഞാൻ ആ ചുണ്ടങ്ങ് കടിച്ചെടുക്കുവേ. ആ നീ അടുത്തോട്ട് വാ, എനിക്ക് കരാട്ടെ അറിയാം. നാളെ രാവിലെ നിന്റെ ജൂനിയർ അപ്പുറത്തെ പറമ്പിൽ കിടക്കും. നിനക്ക് ഇത്രയൊക്കെ സംസാരിക്കാൻ അറിയായിരുന്നു, എന്നിട്ടാ വന്നപ്പം വായി കോലിട്ട് കിള്ളിയാ സംസാരിക്കുന്ന അവസ്ഥ പോലെ കാണിച്ചല്ലേ? ഓ, ഞാൻ ഓർത്തു നിന്റെ പിണക്കമൊക്കെ മാറിയെങ്കിൽ നമുക്ക് പോയി ഒരു മന്തി കഴിച്ചിട്ട് വരാന്ന്. സാരില്ല, നീ എന്തായാലും പിണക്കം മാറുന്ന പോലെ ഇല്ലല്ലോ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിക്കാം. മന്തിയോ? ഇതൊക്കെ ഒന്ന് മുമ്പേ പറയണ്ടേ? എനിക്ക് പിണക്കമൊന്നുമില്ല, വാ നമുക്ക് കഴിക്കാൻ പോവാം. ഈ കോലത്തിലോ? പോയി ഡ്രസ്സ് മാറിയിട്ട് വാടി. അക്കാര്യം ഞാൻ അങ്ങ് മറന്നു. ഒരു 5 minutes. ഇന്നെന്താ ഡിന്നർ? ഇന്ന് പാചകം മൊത്തം നിന്റെ അപ്പായിന്റെ വകയാ. എന്നെ ഉണ്ടാക്കുന്നത് ദൈവത്തിനറിയാം. ഓക്കെ മിസ്റ്റർ ഷെഫ്, എന്താണെന്ന് ഉണ്ടാക്കണേ? എന്റെ മോളുടെ ഫേവറേറ്റ് ഫുഡാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. എന്നാ ഞാൻ ഇവന്റ് കഴിഞ്ഞാണ് വേഗം വരാട്ടോ. എന്റെ അപ്പായുടെ ഫുഡ് അല്ലാണ്ട് ഇന്ന് രാത്രിക്ക് എത്തിയിട്ട് വേറെ ഒന്നും വേണ്ട. അപ്പായി വന്നു കഴിഞ്ഞ് നമുക്കൊന്ന് വീശാവേ. ജീനാമേ ചെറിയ നീ, അവൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, സൂക്ഷിച്ചു പോയിട്ട് വരണേ. വാ, ഒരു മിനിറ്റ് നിന്നേ. നീ അന്ന് പറഞ്ഞ ആ ടാറ്റു ആപ്സും ഒക്കെ ഉള്ള നിന്റെ ക്രഷ് ആരാ? ജോൺ ജങ്കുക്ക്. അതേതാ ലെവലാതിയാ? ഇതാ പൊട്ട BTSലെ ജങ്കുക്ക്. ഓ, അവനായിരുന്നോ? ഓക്കെ, എന്നാ നീ സൂക്ഷിച്ചു വെക്കോ. ഇവിടെ സ്റ്റുഡൻസിന് മാത്രമേ അലോ ചെയ്യത്തുള്ളൂ. ഇവന്റ് ഒക്കെ കഴിയാൻ ഒരു 9 o'clock ഒക്കെ ആവും. അപ്പോഴത്തേക്കും വന്നാ മതി. ആ, നീ എന്നെ വിളിച്ചാ മതി. ഓക്കെ, then take. ആജാ രേ ആജാ രാജാ, കാണാ കളിപുത്തൻ പൂജ, കൊണ്ടാടും നെഞ്ചോ. എന്റെ പൊന്നി സത്യം പറയാലോ, ഇപ്പോഴാ നിന്നെ കാണാൻ ഒരു മനുഷ്യക്കോലം. അധികം വെളച്ചിലെടുക്കല്ലേ എനിക്ക്. നിന്റെ മറ്റേ കാര്യം ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും. അടിക്കല്ലേ നാദാ. വാ, ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് പോവാം. എടാ, ഞാൻ 9 o'clock ജെറിയോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് പോവാട്ടോ. ടാറ്റ. ഓക്കെ, സൂക്ഷിച്ചു വെക്കോ. ഞാൻ കുറച്ചു നേരം വായൊക്കെ നോക്കി കഴിഞ്ഞ് വന്നോളാം. ആ, നിക്കടി അവിടെ, എങ്ങോട്ടാ ഈ തുള്ളി തുള്ളി പോകുന്നേ? പ്ലീസ്, എനിക്ക് പോണോ, മാറി നിൽക്കൂ. ആ, അത്ര പെട്ടെന്ന് നീ എന്നെ അങ്ങ് മറന്നോ? പ്ലീസ്, എന്നെ പോലും ചെയ്യരുത്, എനിക്ക് പോണം. എന്താടി നിന്റെ മറ്റേ വീഡിയോ ക്യാമ്പസ് മൊത്തം പരത്തണേ? ചെറിയ വണ്ടി എടുക്ക്, നമുക്ക് ഇവിടെ നിൽക്കണ്ട, പോവാ പ്ലീസ്. നീ എന്തിനാ അത്ര ഷിവറാവുന്നേ? നീ എന്തിനാ കരയണേ? എന്ത് പറ്റി? ആരെയും എന്തെങ്കിലും ചെയ്തോ? എനിക്ക് വീട്ടിൽ പോണം. ഇതേ മനുഷ്യ, ഇനി മേലെ എന്റെ അടുക്കളയിൽ കയറി പോയേക്കല്ലേ. എന്ത് വൃത്തി കിട്ടിരുന്ന അടുക്കളയാ. ഇത് നിർത്തന്റെ ജീന, ഇന്നലെ രാത്രി തൊട്ട് ഇതല്ലേ നീ പറയണേ? എങ്ങനെ പറയാണ്ടിരിക്കും? എന്റെ സ്റ്റൗവിന്റെ ഒക്കെ കോലം കണ്ടില്ലേ? 2 ഗ്ലാസും പൊട്ടിച്ച് 4 പ്ലേറ്റും പൊട്ടിച്ചു. അമ്മ ഇവ എഴുന്നേറ്റില്ലേ? ഇവക്കൊ ചെയ്യുന്നിട്ടില്ല. അവൾക്ക് പനി ഇച്ചിരി കുറവുണ്ട് ഇന്നലത്തെ കാട്ടിലും. അല്ല, നീ രാവിലെ എവിടെ പോയേക്കുമായിരുന്നു? കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അമ്മ. എന്നാ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. പനി കുറവുണ്ടോ? കുറച്ച് കുറവുണ്ട്. ഇന്നലെ എന്താ സംഭവിച്ചത്? അത് പിന്നെ ഡോണ്ട് യു ട്രസ്റ്റ് മീ? I trust you. ഒന്ന് എന്നോടെല്ലാം തുറന്നു പറ. അത് പിന്നെ ഇന്നലത്തെ കാര്യം മാത്രമല്ല, ആ സ്കാറിന്റെ കാര്യം നീ എന്നോട് പറയണം. കള്ളം പറഞ്ഞ ഇനി മേലെ ഞാൻ ഈ കേരളത്തിലേക്ക് തിരിച്ചു വരത്തില്ല. ഞാൻ പറയാം, പക്ഷെ you will hate me after this. Tell me whatever is it. I will never hate you. അത് പിന്നെ അന്ന് ഫസ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് ക്ലാസ് നല്ല ബോറിംഗ് ആയിരുന്നല്ലേടാ. നീ എന്നോടാണോ പറയുന്നത്? എനിക്ക് എല്ലാ ക്ലാസ്സും ബോറിംഗ്. എന്നാടി നിന്നോട് പറഞ്ഞു കേട്ടില്ലേ? കിസ് ഹിം. പ്ലീസ് ചേട്ടന്മാരെ, എന്നെ ഒന്നുകൂടെ. അതെങ്ങനെ വിടാൻ പറ്റും മോളെ? ചേട്ടാ, റാഗിംഗ് ഈസ് നോട്ട് അലൗഡ് ഇൻ ദിസ് കോളേജ്. ബോർഡ് കണ്ടില്ലേ? ഏതാടി? ഓ, ഫസ്റ്റ് ഇയർ ആയിരിക്കും അല്ലേ? അതെ ചേട്ടാ, ഫസ്റ്റ് ഇയർ ആണ്. I know I don't have any rights to stop you guys, but this is wrong. കുട്ടി എൻ്റെ കൂടെ വരൂ. ഇത് ജാടയാടാ പെണ്ണിന്.
ആ മുതലിന്റെ വേസ്റ്റ് അങ്ങ് എനിക്ക് ഇഷ്ടായി. എനിക്ക് അവളെ അങ്ങ് ബോധിച്ചു. ഒരു നൈറ്റ് എനിക്ക് അവളെ വേണം. ഡി ഇന്ന് ഒത്തിരി ലേറ്റ്, ഞാൻ നിന്നെ കൊണ്ടാക്കാം. വേണ്ടടാ, ഞാൻ പൊയ്ക്കോളാം. ഡി എന്നാലും ജീനാൻറ്റി ജൂണങ്ങളും അന്നച്ചയും കൊച്ചിനെയും കാണാൻ പോയേക്കുമല്ലേ, നീ തന്നെ നിൽക്കുന്നത് സേഫ് അല്ല. അതൊന്നും സാരില്ലടാ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ തന്നെ പൊയ്ക്കോളാം. എന്നാ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കണ്ട, വേഗം വീട്ടിലേക്ക് പോവാൻ നോക്ക്. ഞാൻ പോവാ, ടാറ്റ. ഇതാ അങ്ങോട്ട് നോക്ക്, ഇന്നലെ നമ്മളോട് ചൊറിഞ്ഞ ആ പെണ്ണല്ലേ അവിടെ നിൽക്കുന്നേ. എക്സ്ക്യൂസ് മീ മിസ് ഫസ്റ്റ് ഇയർ. ചേട്ടന്മാരോ, ഒന്ന് മാറി നിന്ന് എനിക്ക് പോവായിരുന്നു. ഇങ്ങനെ അങ്ങ് പോയാലോ, പിടിക്കട അവളെ. എല്ലാം നല്ലപോലെ റെക്കോർഡായിട്ടുണ്ട്. നമുക്ക് പോവാം. എനിക്ക് അവളുടെ ആ വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണം, അതല്ലേ ഇത്ര അട്രാക്ട് ചെയ്തേ. പ്ലീസ് വേണ്ട, എന്നെ വിടും. അവരെന്നെ പിച്ച് ചീന്തി തരുവാണ്ട്. Hey, it's okay. Don't cry. I'm with you. അവരിതുപോലെ കുറെ പിള്ളേരുടെ ജീവൻ വരെ എടുത്തിട്ടുണ്ട്. നീ കരയണ്ട, ഇനി മേലെ അവന്മാര് വേറൊരു പെണ്ണിനെയും തൊടത്തില്ല. ഇവയ്ക്ക് എന്താ പറ്റിയെന്ന് അറിഞ്ഞേ പറ്റൂ. CCTV ഫുട്ടേജ് അത് കിട്ടിയാൽ കുറച്ചെങ്കിലും ക്ലൂ കിട്ടും. ഹലോ, ഐ എം ജോഷുവ ജോൺസൺ. ഹലോ സാർ, എന്തായിരുന്നു ഈ സമയം വിളിച്ച കാരണം? I needed the CCTV footages from 6 to 9 p.m. of your college. സോറി സർ, ഞങ്ങൾ അങ്ങനെ സ്ട്രേഞ്ചേഴ്സിന് ഫുട്ടേജസ് കൊടുക്കാറില്ല. ഓക്കെ, then ഞാൻ നിങ്ങളുടെ പ്രിൻസിപ്പളിനോട് സംസാരിച്ചേക്കാം, അവനെ അയച്ചു കൊടുത്താൽ മതി. ഷുവർ സർ. നിഖിൽ, ഹലോ, എന്താ ചെറിയ ഈ സമയത്ത്? ഞാൻ നിനക്ക് കുറച്ച് പേരുടെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അതാരാണ്, എവിടെയാണ് താമസിക്കുന്നത്, അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എനിക്ക് ഉടനെ വേണം. ജെറി, ഇത് ഞങ്ങളുടെ സീനിയേഴ്സാ. അവരത്ര നല്ല ആൾക്കാരൊന്നുമല്ല. ഇവരെല്ലാം ഞങ്ങളുടെ കോളേജിന്റെ ഹോസ്റ്റലിൽ തന്നെയുള്ളത്. ഇവരും ഇവയായിട്ടും എന്താ പ്രശ്നം? ഇവയായിട്ടൊരു പ്രശ്നമില്ല, പക്ഷെ അന്നൊരു ദിവസം ഒരു കൊച്ചിനെ റാഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവ അവരുടെ നടുക്ക് കയറി ഇടപെട്ടായിരുന്നു. ഓക്കെ, എത്ര ഇൻഫർമേഷൻ മതി, താങ്ക് യു. നീയൊക്കെ പെണ്ണുങ്ങളെന്ന് വെച്ചാൽ എന്താടാ വിചാരിച്ചേക്കണേ? ഇന്നത്തോടെ നിങ്ങളുടെ കഴപ്പൊക്കെ ഞാനങ്ങ് തീർത്തു തരാം. നീ ആരാ? ഞാൻ ആരാന്ന് നീ കുറച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളും. നീ ഈ കൈ കൊണ്ടല്ലേ എന്റെ പെണ്ണിനെ തൊട്ടെ. ആ കൈ അങ്ങ് നമുക്ക് വേണ്ടെന്ന് വെച്ചാലും. ഈ കാലും കൊണ്ടല്ലേ നീ എന്റെ ഇവന്റെ പുറകെ ഓടിയ. ഈ കാലം നമുക്ക് വേണ്ടെന്ന് വെച്ചാല്. ജോഷുവ, മതി, ഇനി തലയാവുമ്പോൾ ചത്തുപോകും. പിന്നെ കേസ് മൊത്തം നിന്റെ തലയിലോ. ഇവന്മാരുടെ ഇടയ്ക്ക് നോക്കിക്കോളാം. Don't you hate me? For what? Because I'm not virgin. I'm already used. That's not your mistake. And I love you more than you think. എനിക്ക് ബുദ്ധി വെച്ച കാലം തൊട്ട് ഞാൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതാ. മരിക്കും വരെ ആ സ്നേഹത്തിനൊരു കുറവും കാണത്തില്ല. നീ ഇനി ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. അവന്മാരിനി നിന്നെ ഡിസ്റ്റർബ് ചെയ്യാനോ ഒന്നിനും വരത്തില്ല. അമ്മ ബൈ. പോയിട്ട് വേഗം വാ മോനെ. ഓൾ ദ ബെസ്റ്റ്. ബൈ പപ്പ. ബൈ വാ. ബൈ മിസ്റ്റർ സൂൺ ടു ബി ക്യാപ്റ്റൻ. I'll miss you. Shining in the setting sun like a pearl upon the ocean. Come and heal me, oh heal me. Thinking about the love we're making and a life we're sharing. Come and feel me, oh feel me. Shining. ഈ പേഷ്യന്റ് ഭയങ്കര സീരിയസ് ആണ്. ഇവ ഡോക്ടറോട് വേഗം വരാൻ പറയൂ.
need to worry. Patient is out of danger. ഓ ഇന്ന് എന്തേരം പേഷ്യൻസ് ആയിരുന്നു. സാരമില്ല, ഓപ്പറേഷൻ സക്സസ് ആയില്ലേ, അത് മതി. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടക്കാം. എന്ത് പേടിച്ചു പോയോ? എടാ പോത്തെ, നീ എപ്പോ എത്തി? ഓ നല്ല മര്യാദ. ഒന്നുമില്ലേലും കുറെ വർഷങ്ങൾക്ക് ശേഷം വന്നതല്ലേടി. ഒന്ന് സ്നേഹത്തോടെ ചോദിച്ചു വിടാ നിനക്ക്. മനുഷ്യനിപ്പോ പേടിച്ച് ചത്തേനെ, അപ്പഴാ അവന്റെ. ഏയ് ദേഷ്യപ്പെടല്ലേ ഡാർലിംഗ്. ഇല്ലടാ, ദേഷ്യപ്പെടാണ്ട് നിനക്ക് ഒരു ഉമ്മ വെച്ച് തരാം. അപ്പം ഐ ആം റെഡി ടു അക്സെപ്റ്റ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതൊക്കെ വിട്, നീ എപ്പോ എത്തി? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. എന്നിട്ട് ജീനാമേ അപ്പായി ഒന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. അവരോട് ഞാനാ പറയണ്ടെന്ന് പറഞ്ഞു. അല്ല, അപ്പൊ നീ എന്റെ റൂമിൽ എപ്പോ എത്തി? ആ നീ റൂമിൽ കയറിയപ്പം തൊട്ട് ബെഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ നീ എല്ലാം കണ്ടു? യാ ഓഫ് കോഴ്സ്, പൂർത്തിയായിട്ട് കണ്ടു. ഇച്ചിരിയെങ്കിലും നാണമില്ലടാ നിനക്ക്? ഏയ് തീരെ ഇല്ല. വാ എന്താ? ഇങ്ങോട്ട് നോക്കിക്കേ. എന്താ? നീ പണ്ട് പറഞ്ഞില്ലേ കെട്ടുവാണെ ക്യാപ്റ്റനെ കെട്ടത്തുള്ളെന്ന്. ഞാനിപ്പോ ഒരു ക്യാപ്റ്റനാണ്. അയിന് എനിക്ക് നിന്നെ കെട്ടാൻ വിരോധമില്ല കേട്ടോ. പക്ഷെ എനിക്കുണ്ട്. എന്തുവാടി പ്ലീസ്. ആ ആലോചിക്കട്ടെ. ജീനാമ്മയും മിനിയമ്മയും ടേയമ്മയും ലിസ ചേച്ചിയും വീട്ടുകാരെല്ലാരും സമ്മതിച്ച. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരിക്കും? എന്നാ ബി റെഡി ടു ബി മൈ വൈഫ് മിസ്സസ് ജോഷുവ. ഓ ശരി. അമ്മ എനിക്കൊരു കാര്യം പറയണം. എന്താടാ? എനിക്ക് ഇവയെ ഇഷ്ടമാ. കെട്ടുവാണെങ്കിൽ അവളെ കെട്ടത്തുള്ളൂ. അതിനെന്താ, കെട്ടുറപ്പിക്കട്ടെ? നിങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല? എന്തിന്? ഞങ്ങളെല്ലാം നീ വന്ന ഉടനെ രണ്ടിനെ കെട്ടിക്കാനുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ഞങ്ങള് വന്ന് പറയുന്നത് നീ തന്നെ